ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തത് കിഴിയിലേക്ക് പോന്നോട്ടെ. എന്താണ് അജണ്ട? ഇന്നലത്തെ സെയിം അജണ്ട. ഓക്കെ, മലയാളം ഒഴികെ ബാക്കിയെല്ലാം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ആരാണോ അവർ വിജയിക്കും. ഓക്കെ, തുടങ്ങാം. എങ്ങോട്ടോ പോയി വിളിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഒരു വെടിച്ചില്ലായിട്ടല്ലേ. ആട് 3 സംഭവം വെടിച്ചില്ലാണെങ്കിലും മലയാളമായി പോയി. എന്താണെങ്കിലും സൈജു കുറുപ്പ് ആളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അറക്കൽ അബുവിന് 2 ലുക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ സിനിമയില്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലുക്ക് അല്ലേ, അതല്ലാതെ വേറെ വേറൊന്നും കൂടി. അതിനർത്ഥം എന്താ? അതിന്റെ അർത്ഥം വേറെ ലുക്ക് ഉണ്ട്, അതല്ലാതെ വേറെ അർത്ഥം ഉണ്ട് അതിന്. മറ്റൊരർത്ഥം കൂടി ഉണ്ട്. എന്താ മറ്റൊരർത്ഥം എന്നറിയോ? ഇതില് മറ്റുള്ള എല്ലാവർക്കും അതുപോലെ ലുക്ക് ഉണ്ടാവും. എല്ലാവർക്കും സെക്കൻഡ് ലുക്ക് ഉണ്ടാവും, വേറെ ലുക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്ത 1-0 മൂക്കുത്തി അമ്മൻ 2. നയൻതാര പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് മൂക്കുത്തി അമ്മൻ 2. ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്ദർസിയാണ് സംവിധാനം. ഇതിൽ 2 കാലഘട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ. 2 ടൈം പീരീഡിലുള്ള ഒരു സിനിമയാണിത്. അതിൽ മൂക്കുത്തി അമ്മനായിട്ടും നയൻതാര വരും, പിന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടും വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, 1-0 അല്ലേ? അടുത്ത പിടിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, പിടിച്ചിരിക്കും ഞാൻ. കുബേര കിട്ടി പിന്നെ അല്ല 1-1 കുബേര സിനിമയുടെ തമിഴ് തിയേറ്ററിക്കൽ റൈറ്റ്സ് റോമിയോ പിക്ചേഴ്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് റോമിയോ പിക്ചേഴ്സ് തന്നെയാണ്. അതെ, ജൂൺ 20 സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. ജൂൺ 20 നമുക്ക് വേറെ സിനിമ ഉണ്ട്. സിത്താരെ സമീൻ പർ ബിഗ് ക്ലാഷ് ആണ്. ഓക്കെ, അടുത്തത് അഖണ്ഡ 2. നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന സിനിമയാണ്. അതായത് അഖണ്ഡ സിനിമയുടെ 2ാം ഭാഗം. സിനിമയുടെ ക്ലൈമാക്സ് ജോർജിയയിലായിരിക്കും ഷൂട്ട് ചെയ്യുക. ഞങ്ങൾ ഇവിടെ നിന്നല്ല നിൽക്കുന്നത്, ജോർജിയയിൽ പോകും. ഓക്കെ, ജോർജിയയിൽ ഷൂട്ട് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഷെഡ്യൂള് മെയ് 21. അതായത് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഷൂട്ട് തുടങ്ങും. 2-1 വീണ്ടും 2-1. അടുത്ത കൊഴുക്കട്ടെ. കിങ് സുഹാന ഖാന്റെ അമ്മയായിട്ട് റാണി മുഖർജി എത്തും എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്ന ന്യൂസുകൾ കേട്ടോ. ദീപിക പതുക്കോൺ അപ്പം വിട്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ആ പ്രസവം ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു മറ്റേ അറ്റ്ലി മൂവിയിലേക്ക് കണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ എന്തെങ്കിലും സെറ്റ് ആയിട്ടുണ്ടാവുമായിരിക്കാം. അല്ല, ആളിതില് മേ ബി വേറെ ക്യാരക്ടർ ഉണ്ടാവും. ഇനി പറയാൻ പറ്റൂല കേട്ടോ, വേറെ റോളിലുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും സുഹാന ഖാന്റെ അമ്മയായിട്ട് റാണി മുഖർജിയാണ്. റൂമേഴ്സ് പ്രകാരം എന്തായാലും ഷൂട്ടൊക്കെ തുടങ്ങട്ടെ. ആയിട്ടുള്ള ഒരു സിനിമയാണ് കിങ്. നമ്മൾ കാത്തിരിക്കുന്നു, തീർച്ചയായിട്ടും രാജാവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഓജി. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ് ഓജി. സുജീത് സംവിധാനം ചെയ്യുന്ന സിനിമ. 3-2 കട്ടക്ക് മനസ്സിലായിട്ടത്. ഓജിയിൽ ശ്രീയാർ റെഡ്ഡി ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആളുടെ ലുക്കിൽ ഒരു ഓഫ് സ്ക്രീൻ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്, ഒരു മിറർ സെൽഫി. ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധികമായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചതായിരുന്നു. അതെ, വീണ്ടും തുടങ്ങിയതാണ്. ഓക്കെ, ജയിലർ 2. 3-3 ഇതാണ് മത്സരം. സിനിമയില് ഷാറുഖ് ഖാനുമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ കാമിയോയ്ക്ക് വേണ്ടിയിട്ട്. ഷാറുഖ് ഖാനും കൂടെ അങ്ങ് എത്തിയ തികഞ്ഞ് അതാ പറഞ്ഞ അറിയില്ല. എത്ര കൊടുക്കണതിന്? എത്ര ആൾക്കാർക്ക് നല്ല ബഡ്ജറ്റ് ആയിരിക്കും, ചെറിയ സീനുകളും എല്ലാം ഒക്കെ ആയിരിക്കും. ജയിലറില് രജനികാന്തിന് തന്നെ 260 കോടി. പിന്നെ 50 കോടി ആർക്ക്? നന്ദമൂരി ബാലയ്ക്ക്. അത് 10 മിനിറ്റിന്റെ ആണെങ്കിൽ 25 കോടി. 20 മിനിറ്റ് പോയാൽ 50 കോടി. അതെ. പിന്നെ ലാലേട്ടനുണ്ട്, ഡോക്ടർ ശിവരാജ് കുമാർ ഉണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാരില്ല. പിന്നെ തീർച്ചയായിട്ടും സുരാജിനൊക്കെ പിന്നെ അവരുടെ ഭാഗത്ത് അവരൊക്കെ പ്രതിഫലം കുറവായിരിക്കും. പക്ഷെ എന്നാലും ഇതിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവരെല്ലാരും ഉണ്ടെങ്കിൽ ഇത് അടുത്ത ടോപ്പ് കളക്ഷൻ നേടുന്ന സിനിമയായിരിക്കും. അതിന്റെ ഒരു വ്യത്യാസം കൂടി ഉണ്ടാവും. എന്താണെങ്കിലും നോക്കാം.
അറിഞ്ഞൂടാ, നോക്കാം. ഇപ്പം എത്ര 3-3? യെസ്. വൻ, അതായത് വനം എന്നുള്ള വൻ. തമന്ന പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. സിദ്ധാർത്ഥ് മൽഹോത്രനെ അവൻ പറഞ്ഞില്ല. തമന്ന നായിക, തമന്ന പ്രധാന വേഷം. സിദ്ധാർത്ഥ് അവിടെ എവിടെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും സിനിമ റിലീസ് ഡേറ്റ് എന്നാണ് മെയ് 15, 2026. ബാലാജി ടെലിഫിലിംസ് ആണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ടൈറ്റിൽ ലുക്ക് ആണ് വന്നുള്ളത്. ഓക്കെ, 4-3. ഇത് എന്തുവാടെ? പോട്ടെ പോട്ടെ പോട്ടെ, വെയിറ്റ് ചെയ്യും. പെഡി. ഞാൻ വെറുതെ ചോദിച്ചാണ്. എന്താലേ 4-4 സിനിമയില് ശ്രീലീലയുടെ ഐറ്റം സോങ് ഉണ്ടാവും. ഓക്കെ, അടുത്ത കിഴി 4-4. എന്താലേ കട്ടക്ക് കട്ട വിട്ടൂല ഞാൻ. അടുത്ത കിഴി SSMB 29. 5-4. SS രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ. മഹേഷ് ബാബു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. സിനിമയിൽ വിക്രമിനെ ഒരു ചെറിയ റോളിന് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ചെറുതാണ് ഞാൻ അല്ലാതെ, എന്തായാലും ഒരു റോളിന് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. വിക്രം കൂടി വന്നാൽ നടക്കൂ, പറയാൻ പറ്റില്ല, ചെയ്യുമായിരിക്കും ചിലപ്പോൾ. SS രാജമൗലിന്റെ അല്ലേ, പണ്ട് വിളിച്ചിട്ട് പോയിട്ടില്ലല്ലോ, അതിന്റെ ഒരു ദുഃഖമുണ്ട് ആൾക്ക്. അത് ചിലപ്പോ അങ്ങ് തീർപ്പായിരിക്കും. സൂര്യക്കാണ് ഏറ്റവും വലുത്, അതൊരു സത്യം. അടുത്തത് 5-4 അല്ലേ? 96, അതായത് 96 പാർട്ട് 2. വിട്ടില്ല ഞാൻ. 5-5 വിട്ടില്ല ഞാൻ. സിനിമയുടെ അനൗൺസ്മെന്റ് അടുത്ത മാസം, അതായത് ജൂണിൽ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. വിജയ് സേതുപതിയും തൃശ്ശയും തന്നെയായിരിക്കും നായകന്മാരായിട്ട് എത്തുന്നത്. ഇനി അവര് അവിഹിതത്തിലേക്കാവുന്നതാണോ? പറയാൻ പറ്റൂല. അതാണോ? അല്ല, അങ്ങനെയല്ലേ നാട്ടു നടപ്പ്. അതെ, എവിടെയെങ്കിലും ഒരു ഇത് വെക്കും. എന്താ പറയാ, കുറെ കാലം കഴിഞ്ഞ ശേഷം പിന്നെയും ആ ടീം ഒരുമിക്കുന്നതിന് ഗെറ്റ് ടുഗദർ. ഗെറ്റ് ടുഗദറിന് വേറൊരു പേരുണ്ടല്ലോ അല്ലേ? വേറെന്ത് പേരാ അതിനുള്ളത്? ഇല്ല, എന്തായാലും അങ്ങനെ വെക്കും. അപ്പോൾ പഴയ കാമുകരും കാമുകിമാരും വീണ്ടും അവിഹിതത്തിലാവും. ഇതാണല്ലോ നാട്ടു നടപ്പ്. എല്ലാവരും ഇല്ല, ചിലതൊക്കെ. അപ്പോൾ അത് തന്നെ ആയിരിക്കാം മേ ബി. എൻ്റെ ബാക്കി എന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, 5-5 തന്നെ. തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. തുടരും സിനിമ ഇതുവരെ എത്ര നേടി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വേൾഡ് വൈഡ് പറയണോ കേരള പറയണോ? രണ്ടും പറയണം അല്ലേ? ഓക്കെ, എന്നാൽ കേരള ആദ്യം പറയാം. 103 കോടി 21 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 213 കോടി. കട്ടക്ക് മത്സരം. യെസ്, ഇനി 2 കിഴി മാത്രം. കമാ രാമായണ. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് 6-5. രാമായണ സിനിമയില് കാജൽ അഗർവാൾ മണ്ടോദരിയായിട്ട് വരുന്നു. ഇന്നത്തെ കഴി എപ്പിസോഡിൽ മൊത്തം നിന്റെ കാമുകിമാര് മാത്രമേ ഉള്ളല്ലോടെ. തമന്നയും ശ്രീലീലയും അതെ, മണ്ടോദരിയായിട്ട് കാജൽ അഗർവാൾ വരുന്നു. അതായത് നമ്മുടെ യഷിന്റെ നായികയായിട്ട്. ഓക്കെ, ലാസ്റ്റ് 6-5 വിധി എഴുതും. അതല്ലെങ്കിലും എഴുതും. സമനിലയോ ഇവന്റെ കൂടെയോ, അതാണ്. എന്തായാലും എനിക്കില്ല. ലാലേട്ടൻ വന്ന് എന്നെ ചതിച്ചു. പല പ്രാവശ്യവും നിന്നെ വിജയിപ്പിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്നെ ഇന്ന് തോൽപ്പിച്ചു. നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഒന്നാണ് നീ അടങ്ങുന്നത്. 2025 അത് എന്റേതും ലാലേട്ടൻ്റെതുമാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ലാലേട്ടൻ തന്നെ വന്നിട്ട് സംഭവം ശരിയാണ്, നമ്മുടെ തന്നെയാണ് 2025. പക്ഷെ ഞാൻ കഴിഞ്ഞിട്ട് മതി. ലാലേട്ടൻ ഇതുവരെ നിർത്തിയിട്ടില്ല. നീ ഞാൻ മുന്നേ നടക്കും, നീ പിറകെ വന്നാൽ മതി. അത്രേ ഉള്ളൂ. ആശാൻ മുന്നിൽ നടക്കും. എന്താണെങ്കിലും ഓക്കെ, എന്തായാലും ലാലേട്ടൻ പ്രിയദർശൻ മൂവി. ഓക്കെ, എന്തായാലും സംഭവിക്കാൻ സാധ്യത കാണുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. മേ ബി 21-ാം തീയതി, അതായത് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കുക. ഓക്കെ, ആൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 സിനിമകളുണ്ട്. ഒന്ന്
പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന അതെ ലാലേട്ടൻ മൂവി. ലാലേട്ടൻ മൂവി. മറ്റൊന്ന് രണ്ടുപേരും ഉണ്ട്, ബ്രദേഴ്സ് വരുന്നു. LB. അതെ ഓക്കെ, ഇതിന്റെ പേര് മേ ബി മാറിയേക്കാം. ഓക്കെ. പിന്നെ മറ്റൊന്ന് നമ്മുടെ അമൽ നീരദ് മൂവി. യെസ്, കാത്തിരിക്കുന്ന 2 അപ്ഡേറ്റ്സുകളാണ്. ഇതും കൂടി വരും മൂന്നാമത്തത്. അതെ, അതാണെങ്കിൽ നോക്കാൻ വരുമോ ഇല്ലയോ എന്ന്. എന്തായാലും കിഴി എപ്പിസോഡ് 2 അനൗൺസ്മെന്റ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. 2 ഈ 3 ഏതെങ്കിലും 2 വരും. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തൂക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. കാജു തമ്മു ശ്രീലീല ശ്രീ അല്ലേ? ശ്രീ